ചേട്ടാ? ആഹാരം കൊണ്ടുവന്നതാ. ആ, ബ്രെഡ് റോസ്റ്റും കട്ട്ലറ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വല്ലതും വേണോ? അതൊന്നും പോരാ. പറയൂ, ബെല്ലടിക്കാം. ഈ ചേട്ടൻ എനിക്ക് എന്താ വേണ്ടെന്നറിയില്ലേ? ആപ്പിൾ ജ്യൂസോ? എന്തെങ്കിലും ആകട്ടെ. ആ വരട്ടെ, പിന്നെ മതി. ഇപ്പോഴേ കഴിക്കണോ? ആ ജോലി തീരുമല്ലോ. ഇപ്പൊ വേണ്ട, കുറെ നടന്നതല്ലേ. നമുക്കൊന്ന് കിടക്കാം. ഇവിടെ ആരും വരില്ല. നമുക്ക് ഈ രാത്രി മുഴുവൻ നമുക്കുറങ്ങണ്ട. എന്നെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായോ? കല്യാണം കഴിക്കാൻ എന്തായിരുന്നു മടി? ചേട്ടന്റെ വീട്ടിൽ കൂട്ടുകാരനിപ്പോൾ പൊടി പൊടിക്കായിരിക്കും. ആളകത്തുണ്ടോ? ഇതെന്ന് തുടങ്ങി? ഇന്ന് തുടങ്ങി. ഇതല്ലാതെ നിന്നെ കാണാൻ വേറെ ഒരു മാർഗവും ഇല്ല കല്യാണി. ഇതൊക്കെ നിന്നെ കാണാൻ കിട്ടിയ വേഷമില്ല. ഇന്നലെ വെളുപ്പൻ രാവിലെ വരെ നിന്റെ അടുക്കളവാതലിൽ ഞാൻ കാത്തുനിന്നു. ഇവിടെ ഒരു ചെറുത്താ ഉണ്ടല്ലോ, ചങ്കുവാശൻ. അയാളുണ്ടോ? നാശം, പുറത്തെവിടെ പോയിരിക്കുക. ഓ, ആശ്വാസം. ആ, ഇവിടുത്തെ കൊച്ചമ്മ അമ്പലത്തിൽ കണ്ട ഉടനെ ഞാൻ സൈക്കിൾ എടുത്തോണ്ടിച്ച് പോന്നു. ഇനിങ്ങനെ എന്നാ മതിയാ? ഞാൻ അകത്തോട്ട് വരട്ടാ? അയ്യോ, ഒന്നും വേണ്ട. പേടിക്കണമെന്നേ, അതിനൊക്കെ മാർഗമുണ്ട്. നീ കഴിഞ്ഞോട്ട് നീട്ട്, നമുക്ക് വള ഇട്ടോണ്ടിരിക്കാം. വല്ലവരും കണ്ട സിമ്പിൾ വളക്കച്ചവടം. കല്യാണി, എത്ര നാളായി ഞാൻ നിന്റെ പുറകെ നടക്കും. നിനക്കെന്നെ വിശ്വാസമില്ലേ? കല്യാണി, കല്ലിലിട്ട് അടിച്ചാൽ പോലും പൊട്ടാത്ത വള. 1 വർഷം ഗ്യാരണ്ടി, 2 വർഷം ഗ്യാരണ്ടി ഇല്ല. വള വള വളേ. വേദനിക്കുന്നോ? 3 മതി. സാരമില്ല, അതാദ്യമായതുണ്ടാകും. നിനക്കിതുവരെ ആരും വളയിട്ടിട്ടില്ലല്ലോ. കണ്ടാൽ അറിയാം. അയ്യോ, സങ്കോചം വരുമെന്ന്. അയ്യോ, എന്നാ ഞാൻ പോവാ. രാത്രി അടുക്കള വാതിൽ തുറന്നിടണേ. അടുക്കള വാതിലിൽ ഞാൻ കാത്തു നിൽക്കും. ഇന്ന് ഞാൻ വാതിൽ തുറക്കും. അല്ലേ, 2 ആഴ്ച കറങ്ങാൻ പോകുന്നത് നേരത്തെ പോന്നു. എന്ത് പറ്റി? ആ ബാഗ് എടുത്തകത്ത് വെക്കും.
പാട്ട് മധു, നിങ്ങൾ ദൂരെ എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോയിട്ട് തിരിച്ചു വന്നു. എന്താ മോളെ എന്നിട്ട് മുഖം വല്ലാതിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഈശ്വര, ഈ പിള്ളേർക്ക് എന്ത് പറ്റി? എന്താ ഇത്? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. ഞാൻ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്തിനിങ്ങനെ ഇവിടെ കഴിയണം? കാര്യം എന്താന്ന് പറയും. എന്റെ ദേഹത്തിന് എന്താണ് കുറവ്? ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? പറഞ്ഞാൽ പോരാ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്ക് വാക്കുകളില്ലേ? അത് സാധിക്കാനാണ് നീ വീട്ടിൽ പോകുന്നതെങ്കിൽ വയ്ക്കോ. എന്നിട്ട് വേണോ ആ സ്ത്രീയോട് ജീവിക്കാൻ? ഏത് സ്ത്രീ? സ്നേഹിക്കുന്ന സ്ത്രീ. ഞാൻ അറിയാതെ എനിക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തി അമ്മ നിർബന്ധിച്ചപ്പോൾ എന്നെ കല്യാണം കഴിച്ചു. നീ സംസാരിക്കുന്നു. സംസാരിക്കും. എന്നെ കല്യാണം കഴിച്ച ആളിനോട് എനിക്ക് സംസാരിക്കണം. ഞാനൊരു വീട്ടുപൂർണ്ണമാണോ? അടിക്ക്, എന്നെ അടിച്ചുകൊണ്ട്. മതോ, എന്താടാ ഇവിടെ? എടാ, എന്താണെന്ന്? എന്തുണ്ടായി മോനെ? ഒന്നുമില്ലമ്പേ. പിന്നെ ഇപ്പഴേ വഴക്കിട്ട് പിരിയാൻ ഇവിടെ എന്തുണ്ടായി? അച്ഛന്റെ സ്വഭാവം എടുക്കരുത്, പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുൻപേ നാണമില്ലേടാ നിനക്ക്? പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് അന്തസ്സുള്ള ഒരു തറവാടാണ്. അതനുസരിച്ച് ജീവിക്കാൻ നീ മറക്കരുത്. ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അവൾ ഇവിടുത്തേതായിരിക്കണം, മരിക്കുന്നത് വരെ. മോളെ, കിടക്കവും പിണക്കവും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്നെ പോലെ വേദന അനുഭവിച്ചിട്ടുള്ള മറ്റൊരു സ്ത്രീ ഈ ലോകത്തുണ്ടാകുന്ന മോളെ. പെണ്ണുങ്ങൾ പലതും സഹിക്കണം. കുടുംബജീവിതത്തിന് വേണ്ടി നമ്മളാണ് പലതും മറക്കേണ്ടത്. എല്ലാം ശരിയാകും. മധു, നീ ലീവ് എടുക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി താമസിക്കും. കുറച്ചുനാൾ ഉത്തരവാദിത്വത്തോടു കൂടി ജീവിച്ചാൽ എല്ലാം മാറും. മോളെ, എന്നെ സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നിനക്ക് ഞാനുണ്ട് മോളെ, ഞാനുണ്ട്.